നമസ്കാരം മക്കളെ, നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾ നായുടെ കൂട്ടക്ഷരമാണ് പഠിക്കാൻ പോകുന്നത്. നാ എന്നെങ്ങനെ എഴുതണം? ഒരു റാ വരച്ച് അതിലൂടെ ഒരു റാ കൂടെ വരയ്ക്കുമ്പോഴാണ് നാ എന്ന് നമുക്കറിയാം, അല്ലെ? നായുടെ കൂട്ടക്ഷരമാവുമ്പോൾ ഇവിടെ നിന്ന് കൈയെടുക്കാതെ ഒരു റാ കൂടെ വരയ്ക്കണം. ഇപ്പൊ നായുടെ കൂട്ടക്ഷരമായി. ഒരിക്കൽ കൂടെ എഴുതാം. ആദ്യം നാ വരച്ചു, കൈയെടുക്കാതെ അതിലൂടെ തന്നെ ഒരു റാ കൂടെ വരയ്ക്കുമ്പോൾ നായുടെ കൂട്ടക്ഷരമായി. ന ഉറച്ചുവച്ചിരിക്കുന്നതാണ് നായുടെ കൂട്ടക്ഷരം. രണ്ട് നാകൾ കൂടെ ചേർന്നതാണ് നായുടെ കൂട്ടക്ഷരം. ഒരിക്കൽ കൂടെ എഴുതാം. ഒരു റാ വരച്ചു, വീണ്ടും ഒരു റാ വരച്ച് നായായി. ഇനി അതിനെ കൂടെ ഒരു റാ കൂടെ വരയ്ക്കുമ്പോൾ നായുടെ കൂട്ടക്ഷരമായി ന. ഇനി നമുക്ക് നായുടെ കൂട്ടക്ഷരം വരുന്ന വാക്കുകൾ എഴുതാം. ആദ്യം എഴുതാൻ പോകുന്ന വാക്ക് കുന്ന്. കു കാ എഴുതി ഊടെ ചിഹ്നമാണ്. ഉ എന്ന ചിഹ്നം വരച്ചു. കുന്ന് ന ഉറച്ചുവച്ചിരിക്കുന്നത് കൊണ്ട് നായുടെ കൂട്ടക്ഷരമാണ്. ചന്ദ്രക്കല ചേർത്തു. കുന്ന്. അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്ന വാക്ക് വരുന്നു. വാ എഴുതി രാ എഴുതി ഊടെ ചിഹ്നം എഴുതി. വരുന്നു നായുടെ കൂട്ടക്ഷരമാണ്. നാ ഉറച്ചുവച്ചിരിക്കുന്നതുകൊണ്ട് നായുടെ കൂട്ടക്ഷരമാണ്. ഉ എന്ന ചിഹ്നവും ചേർത്തു. വരുന്നു. അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്ന വാക്ക് തീരുന്നു എന്നാണ്. തീരുന്നു. തീ താ എഴുതി ഈ എന്ന ചിഹ്നം. തീ രു രാ എഴുതി ഊന്റെ ചിഹ്നം. നായുടെ കൂട്ടക്ഷരം ഊന്റെ ചിഹ്നം വേണം. തീരുന്നു. ഇന്ന് നമ്മൾ നായുടെ കൂട്ടക്ഷരമാണ് പഠിച്ചത്. നാ വരുന്ന വാക്കുകളായ കുന്ന്, വരുന്നു, തീരുന്നു എന്നും പഠിച്ചു. എല്ലാ വാക്കുകളും പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.